ഇന്ന് നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. പ്രധാനമായിട്ടും അതിൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൈസ് പറയാത്തത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്, ആ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫസ്റ്റ് പറയാം. നമ്മൾ ഇപ്പോൾ വീഡിയോസ് പല സമയത്തായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സ് ആ ഒരു വീഡിയോ കാണുന്നത് ഒരു വർഷത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയി പുതിയൊരു ബാച്ച് വരുന്നതിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് അപ്പോൾ ആ സമയത്ത് പറയാത്തത്. നമുക്ക് ഒരു ഏകദേശം പ്രൊഡക്റ്റുകളുടെ ഒരു ഏകദേശ പ്രൈസ് റേഞ്ച് എത്രത്തോളാണെന്നുള്ളത് ഓരോന്നിൻ്റെയും നമ്മളൊന്ന് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൈമിനനുസരിച്ചിട്ട് വേരിയേഷൻസ് വരും. അതേപോലെ മോഡലിൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ അടുത്ത സംഭവം വരുന്ന സമയത്ത് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സെക്ഷൻ തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ഡബിൾ ഹൈറ്റ് ഏരിയകളിൽ, പറഗോള വരുന്ന ഏരിയകളിൽ, അതേപോലെ സ്റ്റെയർ കയറി വരുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് റേഞ്ചിൽ തുടങ്ങുന്നുണ്ട്, അതേപോലെ മാക്സിമം നമ്മളെ കയ്യിൽ എത്ര രൂപയുടെ സാധനം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വുഡൻ്റെ ടൈപ്പ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ LED വരുന്ന ഐറ്റംസുകളുണ്ട്. സിമ്പിളായിട്ടുള്ള മോഡലുകൾക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമുക്ക് 4000 രൂപ റേഞ്ചിൽ ഡബിൾ ഹൈറ്റ് ഉള്ള രീതിയിലുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കാം. 10 സെറ്റ് വരുന്നത് ബൾബ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതേപോലെ അത് വുഡിൻ്റെ ഹാങ്ങിങ്ങിലോട്ട് മാറുന്ന സമയത്ത് നമുക്കൊരു 8000 രൂപ, അതേപോലെ 10000 രൂപയുടെ റേഞ്ചിലുള്ള ഐറ്റംസുകളുണ്ട്. മോഡലിനനുസരിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ റേറ്റുകൾ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതേപോലെ LED വരുന്ന മോഡലുകളിൽ നമുക്ക് 9 ലെഗ് വരുന്ന ടൈപ്പുകളുണ്ട്, അതേപോലെ 16 വരുന്നുണ്ട്, 25 വരുന്നതുണ്ട്, 35 വരുന്നുണ്ട്. ഓരോ ഹൈറ്റ് പല ലെയറുകളായിട്ടായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഒരു 8500 രൂപ തൊട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു 1 lakh വരെയുള്ള ഐറ്റംസുകൾ നമുക്കതിൽ ലഭ്യമാണ്. അതേപോലെ ഡബിൾ ഹൈറ്റ് വരുന്ന സ്ഥലത്ത് കൊടുക്കുന്നതാണ് ഷാൻഡിലിയേഴ്സ്, ക്രിസ്റ്റൽ ടൈപ്പ് ഷാൻഡിലിയേഴ്സ് വരുന്നത്. ക്രിസ്റ്റൽ ടൈപ്പിൽ നമുക്ക് സൈസ് ഡയമീറ്ററിൻ്റെ സൈസിൽ 300, 500, അതേപോലെ 800, 1000, 1200 സൈസിലൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 800 സൈസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡബിൾ ഹൈറ്റ് വരുന്ന മോഡലുകൾക്ക് ഏകദേശം 50,000-ൻ്റെ മുകളിലാണ് പ്രൈസ് വരിക. അതേ സാധനം തന്നെ നമുക്ക് വന്നിട്ട് 5 ലക്ഷം രൂപ വരെയുള്ള ഐറ്റംസ് നമ്മളെടുത്ത് ലഭ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൽ കുറഞ്ഞ ഐറ്റംസ് വരുന്നത് നമുക്കൊരു 30,000, 25,000 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട്. ഈ 300ൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു 3000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 400, 500 എത്തുന്ന സമയത്ത് നമുക്കൊരു 8000, 12000, 16000, 24,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ ടൈപ്പിൽ, നോർമൽ ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്നതിലൊക്കെ നമുക്ക് 2000 തൊട്ടിട്ട് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് വാൾ ലൈറ്റിൻ്റെ സെക്ഷൻ നോക്കാം. വാൾ ലൈറ്റിൻ്റെ സെക്ഷനുകളിൽ നമുക്ക് LED വരുന്നതും അതേപോലെ ബൾബ് ഇടുന്ന മോഡൽസ് അവൈലബിൾ ആണ്. അതിലും നമുക്കൊരു 300 രൂപ തൊട്ടിട്ട് അവൈലബിൾ ആണ് ഐറ്റംസ്. അത് വന്നിട്ട് നമുക്ക് ഏകദേശം 4500, 5000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ ഈ മോഡലുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് LED തന്നെ ഇപ്പോൾ മെറ്റൽ ആർട്ട് പോലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത രീതികളിലുള്ള ഐറ്റംസുകൾ അവൈലബിൾ ആണ്. അതൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 8000, 12000, അതേപോലെ 20,000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അതേപോലെ ക്രിസ്റ്റലിൻ്റെ ടൈപ്പ് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നിപ്പിക്കുന്ന ടൈപ്പിലുള്ള ക്ലോക്കുകൾ, ലൈറ്റ് വരുന്ന ടൈപ്പിലുള്ള ക്ലോക്കുകൾ അവൈലബിൾ ആണ്. അതേപോലെ വുഡൻ്റെ വാൾ ലൈറ്റൊക്കെ അവൈലബിൾ ആണ്. എല്ലാം പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കൊരു 350 തൊട്ടിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് വന്നിട്ട് പല രീതിയിൽ ഓരോ മോഡൽസിനനുസരിച്ചിട്ട് വ്യത്യസ്ത റേഞ്ചുകളിലാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഔട്ട്ഡോറിൻ്റെ സെക്ഷൻ നോക്കാം. ഔട്ട്ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ഷോറൂമിലെയും കളക്ഷന് നമുക്ക് എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പല ഷോറൂമിലുള്ള സാധനങ്ങളായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈന് വരുന്ന മോഡലുകൾ തൊട്ട് വെളിച്ചം കിട്ടുന്ന ടൈപ്പ് ലൈറ്റുകൾ വരെ അതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് മിറർ ലൈറ്റിൻ്റെ ഒരു സെക്ഷൻ നോക്കാം. മിറർ ലൈറ്റിൽ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ്. ഡബിൾ കളർ വരുന്നതുണ്ട്, അതേപോലെ 3 കളർ വരുന്നതുണ്ട്, സിംഗിളായിട്ട് വാമും വൈറ്റും കിട്ടുന്നതുണ്ട്. അതേപോലെ നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട്. നമുക്ക് മെയിൻ വാഷ് ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ഫാൻസി ടൈപ്പിൽ വരുന്ന അടിപൊളി മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും നമുക്കൊരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 250 രൂപ തൊട്ടിട്ട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അത് വന്ന് ഒരു ഏകദേശം നല്ല ഫാൻസി ടൈപ്പ് മോഡലിലോട്ടൊക്കെ മാറുമ്പോൾ നമുക്കൊരു 8000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്
സ്കോറിയോയുടെ പ്രത്യേകത. എത്ര റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ പരമാവധി നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും. ആ രീതിയിലുള്ള സപ്ലൈസും ആ രീതിയിലുള്ള ആളുകളും നമ്മളടുത്ത് ലഭ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് മോഡലുകൾ പരിചയപ്പെടാം. ഡൈനിങ്ങിൻ്റെ ടേബിളിൻ്റെ മേലെ കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് 3 സെറ്റ് ആയിട്ടുള്ള പെൻഡൻറ്റ് ഹാങ്ങിങ് മുതൽ നമുക്ക് ലീനിയർ ടൈപ്പിൽ വരുന്ന ഐറ്റംസുകൾ വരെ കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് പറയുന്നത് ഒരു 700 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 50,000 60,000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ വരെ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് സിംഗിളായിട്ടും അതേപോലെ ട്രിപ്പിൾ സെറ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കിച്ചണുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമുകളിൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി മോഡലുകളുണ്ട്. അതിൽ നമുക്ക് LED-യും അതേപോലെ ബൾബിടുന്ന മോഡലും അതിൽ അവൈലബിൾ ആണ്. അതേപോലെ മെറ്റൽ ടൈപ്പിൽ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഗ്ലാസ് ടൈപ്പായിട്ട് വരുന്നുണ്ട്, വുഡൻ ഷെയ്ഡിൽ വരുന്നുണ്ട്. എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. നമുക്ക് വ്യത്യസ്ത റേഞ്ചുകളിലാണ് ഉള്ളത്. നമുക്കൊരു 300 350 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 40,000 50,000 രൂപ വരെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ്സും അതേപോലെ റെസ്റ്റോറൻറ്റുകൾ, നമ്മുടെ ഓഫീസുകൾ, ഇതൊക്കെ മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസുകളും നമ്മളെടുത്ത് വ്യത്യസ്ത റേഞ്ചുകളിൽ വ്യത്യസ്ത ക്വാളിറ്റിയിൽ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇത്രയും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഫാൻസി ലൈറ്റിൻ്റെ കേസുകളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാൾ സീലിങ്ങിൽ അല്ലെങ്കിൽ ജിപ്സം ചെയ്യാത്ത രീതിയിൽ ഓപ്പൺ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പാനൽ ലൈറ്റുകൾ, സർഫേസ് ലൈറ്റുകൾ, ഇങ്ങനത്തെ ഐറ്റംസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ പാനലൊക്കെ നമുക്ക് 3 വാട്ട് 4 വാട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ് ടു 48 വാട്ട്സ് വരെ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. വ്യത്യസ്ത സൈസുകളിലാണ് ഇത്രയും ഉള്ളത്. വാട്ട്സ് കൂടുന്നതിനനുസരിച്ച് വ്യത്യസ്ത സൈസുകൾ വരും. ഇതിൽ തന്നെ നമുക്ക് എല്ലാം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പല റേഞ്ചിലുള്ള പല കമ്പനികളുടെ പല റേഞ്ചിലുള്ള ഐറ്റംസുകൾ നമുക്ക് അവൈലബിൾ ആണ്. 125 രൂപ തൊട്ടിട്ടാണ് നമ്മുടെ പാനലിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത്. 2 വർഷം പീസ് റീപ്ലേസ്മെൻറ്റിലാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതിൽ 1 വാട്ട് തൊട്ടിട്ട് നമുക്ക് അതിൽ ഏകദേശം 30 വാട്ട്സ് വരെയുള്ള സ്പോട്ട് ലൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കൊരു 50 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50 രൂപ തൊട്ടിട്ട് ഏകദേശം 2500 3000, അതൊക്കെ കമ്പനികൾക്കനുസരിച്ചിട്ട് പല രീതിയിലാണ് അതിൻ്റെ പ്രൈസുകൾ പോകുന്നത്. അതേപോലെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ്, റോപ്പ് ലൈറ്റ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാത്തിനും ഈ പറഞ്ഞ ഓരോ കമ്പനിക്കനുസരിച്ചിട്ട് വ്യത്യസ്ത രീതിയിലാണ് പ്രൈസിങ് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റൊക്കെ നമുക്ക് ഏകദേശം 30 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. റോപ്പ് ലൈറ്റ് വരുമ്പോൾ നമുക്ക് 38 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വാറണ്ടിക്കും അതേപോലെ കമ്പനിയുടെ ഡിഫറൻസിനും അനുസരിച്ചിട്ടാണ് പ്രൈസിങ്ങിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ആണ്. മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒരു നോർമൽ ട്രാക്ക് ലൈറ്റിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് നമുക്ക് മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റിൽ ഹാങ്ങിങ് വരെയുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 6ഓളം വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒരൊറ്റ റെയിലിൽ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നോർമലി 1 മീറ്ററും 2 മീറ്ററും റെയിലുകൾ അവൈലബിൾ ആണ്. ഏകദേശം നമുക്കൊരു 1000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ഓരോ മോഡലിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. നോർമൽ ട്രാക്ക് ലൈറ്റിൽ നമുക്ക് 1 മീറ്റർ 2 മീറ്റർ റെയിൽ അവൈലബിൾ ആണ്. അതേപോലെ വാട്ട്സിൽ 3 വാട്ട്സ് തൊട്ടിട്ടുള്ള ലൈറ്റ് തൊട്ട് നമുക്ക് 30 വാട്ട്സ് വരെയുള്ള ലൈറ്റുകൾ നിലവിൽ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കൂടുതലും കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള ആ ഒരു ആൻറ്റിക് കളക്ഷനും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി സംഭവങ്ങൾ, നമ്മുടെ മൊറോക്കൻ സ്റ്റൈലിലുള്ള ഐറ്റംസുകൾ, ഇങ്ങനത്തെ ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിൽ തന്നെ നമുക്ക് ചെറിയ റേഞ്ചിൽ ഏകദേശം 800 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് 8000 12000 16000 രൂപയുടെയൊക്കെ പ്രൊഡക്റ്റുകളാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ഡോറിൽ തന്നെ ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ഐറ്റമാണ് സോളാർ ലൈറ്റ്. സോളാർ ലൈറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കളക്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. വാൾ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗേറ്റ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഫ്ലഡ് ലൈറ്റ് വരുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റും നമുക്ക് സോളാറിൽ അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് ഫ്ലഡ് ലൈറ്റിൻ്റെയും അതേപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും കാര്യങ്ങൾ നോക്കാം.
ഫ്ലഡും സ്ട്രീറ്റും നമുക്ക് കറണ്ടിൽ കൊടുക്കുന്ന മോഡൽസും അവൈലബിൾ ആണ്. അതേപോലെ സോളാറിൻ്റെ ഐറ്റംസും അവൈലബിൾ ആണ്. കറണ്ട് കൊടുക്കുന്ന മോഡൽസ് ആണെങ്കിൽ നമുക്ക് 10 വാട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 500 വാട്ട്സ് വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോളാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 20, 40, 60 എന്നുള്ള രീതിയിലും, അതേപോലെ ഫ്ലഡ് ലൈറ്റ് വരുമ്പോൾ 40, 100 വാട്ട്സ് എന്നുള്ള രീതിയിലും നമുക്ക് അവൈലബിൾ ആണ്. കറണ്ട് കൊടുക്കുന്ന മോഡൽസിൻ്റെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമുക്ക് ഒരു 250 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 8000 അതേപോലെ 10000 രൂപയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അതേപോലെ സോളാറിൻ്റെ ഐറ്റംസ് നമുക്ക് വരുമ്പോൾ ഒരു 2200 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 10000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ല, ഇതിൽ കൂടുതലും കളക്ഷന് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ ഡിസ്പ്ലേകൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് സ്കോറിയോയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാക്സിമം ഒരു 99% സാധനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മോഡൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.